ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ മൈൻഡ് ട്രാവൽസ് ബൈ അർച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വ്ലോഗാണ്. അപ്പം ഞാനാണെങ്കിൽ ലക്ഷ്മി നാരായണ കൾച്ചറൽ അക്കാദമിയിൽ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഭരതനാട്യം എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ പ്രോഗ്രാം ഉണ്ട്. മെയ് 17-ാം തീയതിയാണ് പ്രോഗ്രാം. അപ്പോൾ ഇന്ന് 16-ാം തീയതി അവിടെ ഫൈനൽ റിഹേഴ്സൽ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഡ്രസ് കോഡ് കസവിൻ്റെ സെറ്റ് സാരിയും റെഡ് ബ്ലൗസും ആണ്. അപ്പോൾ അത് പ്രാക്ടീസ് സാരിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. ടീച്ചറിനെ ആണെങ്കിലും മറ്റു കുട്ടികളെ ആണെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നല്ല രീതിയിലുള്ള ക്ലാസ്സസ് ആണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. അവസാനമൊക്കെ റെഗുലറായിട്ട് തന്നെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി തങ്ങാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ നേരെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നിടത്തോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് എത്തി. ഗുരുവായൂരമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു പ്രാക്ടീസ് ചെയ്യാനുള്ള റൂം എടുത്തിരുന്നത്. ഏകദേശം 120ഓളം ആൾക്കാരുടെ പ്രോഗ്രാം ആയിരുന്നു. പ്രോഗ്രാമും അരങ്ങേറ്റും കൂടെ പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ടീമാണ്. ഞങ്ങളുടെ ടീമിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 2 പേര് ഗുരുവായൂർ തന്നെയുള്ള ആൾക്കാരായിരുന്നു. ഒരാൾ പാലക്കാട്ടുനിന്നും മറ്റൊരാൾ തിരുവനന്തപുരത്തു നിന്നുമുള്ള ആളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ വന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ ടീമിനെയും കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കാൻ തുടങ്ങി. അരങ്ങേറ്റക്കാർ ഒരു റൂമിലും പ്രോഗ്രാംകാർ വേറൊരു റൂമിലുമായിരുന്നു പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നത്. ഞങ്ങളുടെ ടീമിനെ കറക്റ്റ് ചെയ്യാൻ വിളിച്ചത് ഒത്തിരി ലേറ്റായിട്ടാണ്. സന്ധ്യയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ആദ്യത്തെ ഐറ്റത്തിന് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങളെ വിളിച്ചത്. ഞങ്ങൾ 2 ഐറ്റം കളിക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ഐറ്റം കളിക്കാൻ വിളിച്ചത് ഏകദേശം 9 മണിയൊക്കെ ആയപ്പോഴാണ്. പിറ്റേ ദിവസം വെളുപ്പിനെ 4 മണിക്ക് മേക്കപ്പ് ബാൻ വരും എന്നാണ് പറഞ്ഞത് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ 4 മണിക്ക് തന്നെ ഞങ്ങൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങ് എത്തി. പിന്നീട് ഭയങ്കര ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഏകദേശം 120 ആൾക്കാരുടെ പ്രോഗ്രാമും അരങ്ങേറ്റും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ ടീച്ചറിന് ദക്ഷിണയൊക്കെ കൊടുത്ത് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി സ്റ്റേജിൽ കയറാൻ സാധിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് മുട്ട് ഭയങ്കരധികം വയ്യാതെ ഇരിക്കുന്ന സമയമായിരുന്നു. എനിക്ക് സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2 കാലിലും നീ ക്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. മുട്ടിന് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയാം. വലിയ വേദനകളൊന്നും ഇല്ലാതെ എനിക്ക് കളിക്കാൻ പറ്റി. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റു കുട്ടികളൊക്കെ ആണെങ്കിലും ഭയങ്കരധികം സപ്പോർട്ടായിരുന്നു. കാരണം എനിക്ക് മുഴുമണ്ഡലം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം മറ്റു കുട്ടികളാണെങ്കിലും എല്ലാം മുഴുമണ്ഡലത്തിൽ ഇരുന്ന് കളിക്കേണ്ടത് അരമണ്ഡലത്തിൽ ഇരുന്ന് തന്നെയാണ് കളിച്ചത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ആ ടീം മുഴുവനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. ലക്ഷ്മി നാരായണയിലെ പ്രോഗ്രാം കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് നൃത്തം ചെയ്യാൻ പ്രായത്തിന് വലിയ റെലവൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. 65 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർ ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നൃത്തം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ പരിപാടി.
അടുത്തായിട്ട് മംഗളമായിരുന്നു. മംഗളത്തിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്നിട്ടായിരുന്നു മംഗളം ചെയ്തത്. ഞങ്ങളുടെ പ്രോഗ്രാം നടന്നത് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലായിരുന്നു. അരങ്ങേറ്റം നടന്നിരുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു. ഗുരുവായൂരമ്പലത്തിൽ നല്ല റെസ്ട്രിക്ഷൻസ് ആണ്. റീൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഫോട്ടോസ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്പൂസ് തന്നെയാണ് എടുത്തത്. അത് ഓഫീസിൽ നിന്ന് അനുവാദം ചോദിച്ചിട്ടാണ് എടുത്തത്. പരിപാടിക്ക് പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സ് തന്നിരുന്നു. അത് നല്ല ഫ്രെയിമൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഒന്നാമതേ കാലൊക്കെ വയ്യാതിരിക്കുന്ന ആകെ അങ്ങ് ക്ഷീണിച്ചായിരുന്നു. എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പോയിട്ട് റീൽ എടുക്കണമെന്ന്. ഞങ്ങൾ വെളിയിൽ പോയിട്ട് റീലെടുത്തു. ആൾക്കാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. എങ്കിലും ഞങ്ങൾക്കൊരു റീലെടുക്കാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, വീണ്ടും കാണാം.